ഹലോ, ഇവിടെ ഒരു സബ്സ്ക്രൈബറെ ഫ്രണ്ട്സിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല സോറി കാർഡ് ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ 1 അല്ല 4 സോറി കാർഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഈ കാർഡ് വീഡിയോസൊക്കെ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഏത് പേപ്പറാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ടോംസിൻ്റെ ഈ ഒരു ഡ്രോയിങ് ബുക്കാണ് ഞാൻ ഡ്രോയിങ് ബുക്കിൽ പേജസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. 150 GSM വരുന്ന ബുക്കാണ്. 150 എന്നായിരുന്നു റേറ്റ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. ഫസ്റ്റ് കാർഡിന് നമ്മളൊരു ക്യൂട്ട് ക്യാറ്റിനെ വരച്ചെടുത്തിട്ടുണ്ട്. ആ ക്യാറ്റിനെ കാണുമ്പോൾ തന്നെ നമുക്ക് പാവം ഉണ്ടാന്ന് തോന്നും കേട്ടോ. അതേപോലത്തെ ഒരു ക്യാറ്റാണ്. അതേപോലത്തെ ഒരു ക്യാറ്റിനെ ആയിരുന്നു ഞാൻ വരച്ചത്. ഞാൻ വരച്ച് കൊളാക്കിയെങ്കിലേ ഉള്ളൂ. അപ്പോൾ ക്യാറ്റിനെ വരയ്ക്കുക, കളർ ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ക്യാറ്റിനെ ഒട്ടിക്കാൻ നോക്കിയപ്പോഴേ നമ്മുടെ ക്യാറ്റും വൈറ്റ്, പേപ്പറും വൈറ്റ്. അപ്പോൾ ഒരു മിസ്മാച്ച് പോലെയില്ലേ. എന്നാൽ പിന്നെ പേപ്പറിൻ്റെ ചായ മാറ്റാന്ന് ഞാൻ അങ്ങോട്ട് വിചാരിച്ചു. ഒരു സ്കെച്ച് പെൻ എടുത്ത് മൊത്തത്തിൽ അങ്ങോട്ട് യെല്ലോ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ നമ്മുടെ ക്യാറ്റിനെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒട്ടിക്കാം. ഇനിയിപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലെങ്കിലേ എന്തെങ്കിലും ഒരു കട്ടിയുള്ള കാർഡ്ബോർഡ് എടുത്ത് ഗം അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും. സാധാരണ ഞാൻ പിക്ചേഴ്സൊക്കെ ഒട്ടിച്ചിട്ട് അതിൽ കോട്ട് എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ എന്താണോ നമുക്ക് വിഷസ് ചെയ്താണതോ അതൊക്കെ എഴുതി കൊടുക്കാറാണ് പതിവ്. ഇപ്രാവശ്യം അതും ഞാനൊരു വേറെ പേപ്പറിൽ എഴുതിയിട്ട് ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് കാർഡ് റെഡിയായി. സെക്കൻഡ് കാർഡ് വളരെ 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 സിമ്പിളാണ്. 2 കണ്ണ് വരച്ചു കൊടുക്കുക, കുറച്ച് കണ്ണുനീർ തുള്ളികളും വരച്ചു കൊടുക്കുക. കാണുമ്പോൾ തന്നെ ഫ്രണ്ടിൻ്റെ മനസ്സലിഞ്ഞു പോകണം. ഈ കണ്ണുനീർ തുള്ളികളും നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചേക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സെക്കൻഡ് കാർഡ്. തേർഡ് കാർഡിനെ നമ്മളൊരു കാസറ്റില്ലേ, പണ്ടത്തെ ടൈപ്പ് കാസറ്റ്, അതാണ് വരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അത് കളർ ചെയ്തെടുക്കാം. കളർ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൽ എഴുതി കൊടുക്കാനുള്ള കോഡ്സും ഇതേപോലെ പേപ്പറിൽ എഴുതി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ. ഐ ആം സോറി, ക്യാൻ വി പ്ലീസ് റിവൈൻഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് കാസറ്റിനോട് ഒന്ന് മാച്ചായിട്ടുള്ള കുറച്ച് വേർഡ്സ് കേട്ടോ. ഇനി അതും നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം. ആൻഡ് ഫോർത്ത് കാർഡ് വളരെ സിമ്പിളാണ്. ഒരു ഇമോജിനെ, ഒരു സാഡ് ഇമോജിനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് അതിനെ കോട്ട് എഴുതി കൊടുത്തപ്പോഴേ, അതായത് ഐ എം സോറി എന്ന് എഴുതി കൊടുത്തപ്പോൾ എനിക്ക് പണ്ടത്തെ ഒരു പാട്ടാണ് ഓർമ്മ വന്നത്. ഒരു തെലുങ്ക് റീമേക്ക് സോങ് ആയിരുന്നു കേട്ടോ. ഇത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ അങ്ങനെയും കൂടി എഴുതി കൊടുത്തു. ആൻഡ് നമ്മുടെ 4ാമത്തെ കാർഡും റെഡി. എന്താ അല്ലേ, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു വെള്ള പേപ്പറിൽ സോറി എഴുതി കൊടുത്താലായി, ഇല്ലെങ്കിലായി, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളോട് സോറി കാർഡ് ചോദിച്ച ഫ്രണ്ട് സോറി പറഞ്ഞ് കഴിഞ്ഞോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആൻഡ് ഇതിലേത് കാർഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, സീ യു.